ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഗീതകം നമ്മൾ ഇത് മൂന്നാമത്തെ ആഴ്ചയാണല്ലോ. ഒന്ന് അതെ, തുടരുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഓം ഗം ഗണപതയേ നമഃ. ഓം വിഘ്നേശ്വരായ വരദായ സുരപ്രിയായ ലംബോദരായ സകലായ ജഗദ്ഹിതായ ആഗാനനായ ശ്രുതിയജ്ഞ വിഭൂഷിതായ ഗൗരീസുതായ ഗണനാഥ നമോ നമസ്തേ. ഓം സംസരസ്വത്യേ നമഃ. ഓം പാശാങ്കുശധരാവാണി വീണാ പുസ്തകധാരിണി മമ വക്ത്രേ വസേന്നിത്യം സന്തുഷ്ടാസ്തു സർവദാ. ഓം ഗുരുഭ്യോ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആനന്ദ കൃഷ്ണ ഗുരുവായൂപുരേശ കൃഷ്ണ ലക്ഷ്മീകാന്ത ത്രിലോക പരിപാലക വാസുദേവ ഗോവിന്ദ ഭക്തജന സങ്കട ഭംഗമൂർത്തേ മാം പാഹി പാഹി കരുണാമയ ദേവദേവ. ഓം ശ്രീമദ് ഭഗവദ്ഗീത ധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതമർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്ത്യ ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഗീതാധ്യാനം. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാം അമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരത മധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ, വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്തു വേദമന്ത്രങ്ങളാൽ സമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ, യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടി ഉറപ്പിച്ചാരെ കാണുന്നുവോ, ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ, ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ഹരി ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ പ്രഥമോധ്യായഃ
അർജുന വിഷാദയോഗ. ശ്ലോകം 22 മുതൽ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോസ്യമാനാനവേക്ഷേഹം യേതേത്ര സമാഗതാഃ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവഃ. ഹരി ഓം. അർജുനൻ പറഞ്ഞു, രണ്ടു സൈന്യങ്ങൾ തൻ മധ്യത്തിലായി നിർത്തിത്തന്നാലും അച്യുതാ എൻ രഥം. ഞാൻ ആരോടൊക്കെ ഇവിടെ ഈ രണത്തിൽ പൊരുതേണ്ടി വരുമെന്നറിയും വിധത്തിൽ യുദ്ധകാമരായി നിലകൊള്ളും രണവീരരെ നിരീക്ഷിക്കുവാനായി രഥം നിർത്തിയാലും ദുർബുദ്ധിയാം ധൃതരാഷ്ട്രപുത്രനു പ്രിയം ചെയ്യാൻ ഇച്ഛയോടെ അത്യുത്സുകരായി യുദ്ധം ചെയ്യുവാൻ ഇവിടെ കൂടിച്ചേർന്നവർ ആരൊക്കെയെന്ന് നോക്കിടട്ടെ ഞാൻ. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിതി. ഇത് രണ്ടും കൂടിയാ 28 വരെ ആവാം. തത്രാപശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ദൃഷ്ടേ മതിയോ? സഞ്ജയൻ പറഞ്ഞു, അർജുനനാൽ ഇപ്രകാരം നിയുക്തനായി ക്ഷണത്തിൽ ഋഷികേശൻ കൃഷ്ണൻ ഇരുസേനകൾക്കുമിടയിലായി ഭീഷ്മദ്രോണാദികൾക്കു മുന്നിൽ മഹതാമാരഥം തെളിച്ചു കൊണ്ടുവന്നു നിർത്തി പറഞ്ഞു, രാജാവേ, കണ്ടാലും അർജുന യുദ്ധത്തിനായി ഒന്നു ചേർന്നു നിൽക്കും കൗരവക്കൂട്ടങ്ങളെ. അർജുനൻ കണ്ടു രണ്ട് സേനകളിലും അവിടെ നിൽക്കും പിതാക്കന്മാരെ, പിതാമഹന്മാരെ, ആചാര്യരെ, മാതുലന്മാരെ, ഭ്രാതാക്കളെ, പുത്രന്മാരെ, സഖികളെ. പിന്നെ അതുപോൽ കണ്ടു ശ്വശുരന്മാരെ, സുഹൃത്തുക്കളെ. യുദ്ധക്കളത്തിൽ തൻ ബന്ധുക്കളെയും മിത്രങ്ങളെയും കണ്ടുള്ളിൽ വർദ്ധിച്ചതാം കാരുണ്യമോടെ അർജുനൻ ഏറെ വിഷാദവാനായി തീർന്നിട്ടിപ്രകാരം പറഞ്ഞു. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേഭധുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. 31 വരെ ആവാം. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അർജുനൻ പറഞ്ഞു, യുദ്ധം ചെയ്യുവാനായി നിരന്നെൻ മുന്നിൽ നിൽക്കുമെൻ ബന്ധുക്കളെ കണ്ടെന്റെ ദേഹമാകെ തളരുന്നു, വായ് വരണ്ടു പോകുന്നു, ശരീരം രോമാഞ്ചം കൊണ്ടു വിറയ്ക്കുന്നു, കൈപ്പിടിയിൽ നിൽക്കാതെ വഴുതി വീഴുന്നു എൻ ഗാണ്ഡീവം, ചുട്ടുനീറുന്നു ദേഹവും, മനസ്സാകെ പരിഭ്രമം പൂണ്ടിരിക്കുന്നു, നിൽക്കാനും ശക്തിയില്ല എനിക്കിപ്പോൾ, അപശകുനങ്ങൾ കാണുന്നു ഞാനെങ്ങും,
ലക്ഷണങ്ങളെല്ലാം പ്രതികൂലമാണു കേശവ. യുദ്ധത്തിൽ ബന്ധുജനങ്ങളെ കൊന്നെന്നാൽ ശ്രേയസ് എനിക്കുണ്ടാവുമെന്നു തോന്നുന്നുമില്ല. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ആഗ്രഹം എനിക്കൊട്ടുമില്ല കൃഷ്ണ യുദ്ധവിജയത്തിലും. വേണ്ടെനിക്കു ഗോവിന്ദ രാജ്യവും സുഖഭോഗവും. രാജ്യവും ഭോഗങ്ങളും കിട്ടിയാൽ എന്തു പ്രയോജനം? ഈ ജീവിതം കൊണ്ടു തന്നെ കാര്യമെന്താണുള്ളത്? യേഷാമർത്ഥേ കാംക്ഷിതം ന രാജ്യം ഭോഗാ സുഖാനി ച. തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ. മാതുലാഃ ശ്വശുരാः പൗത്രാः ശ്യാലാः സംബന്ധിനസ്തഥാ. രാജ്യവും ഭോഗസുഖങ്ങളും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചുവോ അവരെല്ലാം ജീവനും സമ്പത്തും വെടിഞ്ഞി പടക്കളത്തിൽ നിൽക്കുന്നു. ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രപൗത്രന്മാരും മാതുലന്മാരും ശ്യാലന്മാരും മറ്റു ബന്ധുജനങ്ങളും. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന. അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിം नु മഹീകൃതേ. ഇവരെന്നെ കൊല്ലുവാൻ വന്നാലും മധുസൂദന, ഞാൻ ഇവരാൽ കൊല്ലപ്പെട്ടാലും 3 ലോകവും കിട്ടിയാലും ഇച്ഛയിൽ എനിക്കിവരെ കൊന്നിടുവാൻ. കേവലം ഭൂമിക്കായി അവരെ ഞാൻ കൊല്ലുവാനോ? നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാത് ജനാർദ്ദന. പാപമേവ ആശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. ഈ കൗരവന്മാരെല്ലാം ഹേ ജനാർദ്ദന വദാർഹന്മാർ തന്നെ എന്നിരിക്കിലും ഇവരെ കൊന്നാൽ എന്തു പ്രീതി കിട്ടാൻ? അതിൻ പാപം കൂടി ബാധിച്ചിടും ഞങ്ങളെ. തസ്മാന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ. സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. അതിനാൽ ധാർത്തരാഷ്ട്രന്മാരാം ബന്ധുക്കളെ വധിക്കരുതൊരിക്കലും. സ്വജനത്തെ കൊന്നിട്ടെങ്ങനെ മാധവ ഞങ്ങൾ സസുഖം വാണിടും? യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ. കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. കഥം ന ജ്ഞേയമസ്മാഭിः പാപാദസ്മാൻ നിവർത്തിതും. കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ലോഭത്താൽ വിവേകലേശമില്ലാത്ത കൗരവർ അറിയുന്നില്ലല്ലോ കുലനാശത്തിൻ ദോഷങ്ങളും മിത്രദ്രോഹം കൊണ്ടുണ്ടാവും പാപഫലങ്ങളും. എന്നാലേവം ഘോരകർമ്മത്തിൻ നാനാദോഷങ്ങൾ നന്നായറിയും ഞങ്ങൾക്കെന്തുകൊണ്ടും അവയിൽ നിന്നു പിന്മാറണമെന്നറിയാതിരിക്കുമോ? കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ. ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. കുലങ്ങൾ ക്ഷയിച്ചെന്നാൽ നശിക്കും സനാതനമാം കുലധർമ്മങ്ങളെല്ലാം. ധർമ്മം നശിച്ചുപോയാൽ അധർമ്മം കുലങ്ങളെയാകെ ബാധിക്കുമതു നിശ്ചയം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ. സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അധർമ്മം കുലത്തെ ബാധിച്ചാൽ കൃഷ്ണ കുലസ്ത്രീകൾ ദുഷിച്ചു പോവും. സ്ത്രീകൾ ദുഷിച്ചാൽ വാർഷ്ണേയ സംഭവിക്കും ഹാ വർണ്ണസങ്കരം. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച. വദന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. ജാതിക്കലർപ്പു ഹേതുവായി കുലനാശകരും കുലങ്ങൾ തന്നെയും നരകത്തിലെത്തിടും. പിതൃക്കൾ പോലും വല്ലാതെ വലയും
അവർക്കുള്ള പിണ്ടോദക ക്രിയകളില്ലാത്ത കാരണം. ദോഷൈരേതൈഃ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ഏവമീ കുലനാശകർ മൂലമുണ്ടാവും വർണ്ണസങ്കരജന്യമാം ദോഷങ്ങളാൽ ഇല്ലാതാവും ജാതിധർമ്മം. സമൂഹത്തിൽ കുലധർമ്മങ്ങളും നശിച്ചു പോയിടും. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ. കുലധർമ്മം നശിച്ചമർത്യന് നരകവാസമേ വിധിയെന്നു കേട്ടിട്ടുണ്ടു ഞങ്ങൾ ജനാർദ്ദന. അഹോബദ മഹത്പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. അയ്യോ, ഞങ്ങൾ മഹാപാപം ചെയ്യാൻ തുനിഞ്ഞു. എത്ര കഷ്ടമതോർത്താൽ. രാജ്യസുഖം കാംക്ഷിച്ചു ഞങ്ങൾ സ്വജനത്തെ യുദ്ധത്തിൽ കൊല്ലാൻ ഒരുമ്പെട്ടുവല്ലോ. യതിമാം അപ്രതികാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. യുദ്ധത്തിൽ ആയുധമേന്തിയ ധാർത്തരാഷ്ട്രന്മാർ നിരായുധനായി എതിർക്കാതെ നിൽക്കുമെന്നെ കൊന്നാലും അതുതന്നെയാണ് എനിക്കു ക്ഷേമകരം. സഞ്ജയ ഉവാച ഏവം ഉക്ത്വാർജന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഗ്നമാനസഃ. സഞ്ജയൻ പറഞ്ഞു, ശോകാകുലം യുദ്ധഭൂമിയിൽ വച്ചിപ്രകാരം പറഞ്ഞർജുനൻ അമ്പും വില്ലും താഴെയിട്ട് തേർത്തട്ടിലിരുന്നു ഹതാശനായി. ഓം തത്സത്. ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്രൻ പറഞ്ഞു, ധർമ്മത്തിൻ പുണ്യഭൂമിയാം കുരുവംശത്തിന്റെ മണ്ണാകും കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒരുമിച്ചെത്തിച്ചേർന്നതാം എന്റെ സ്വന്തം മക്കളും പിന്നെയാ പാണ്ഡവരും എന്തു ചെയ്തു സഞ്ജയ? സഞ്ജയൻ പറഞ്ഞു, നന്നായി ക്രമത്തിൽ ഒരു വ്യൂഹമായി നിരന്നു നിൽക്കും പാണ്ഡവ സൈന്യത്തെ കണ്ട നേരം രാജാ ദുര്യോധനൻ അസ്വസ്ഥഭാവനായി ദ്രോണാചാര്യനെ സമീപിച്ചിട്ട് പ്രകാരം പറഞ്ഞു, കണ്ടാലും ആചാര്യ, പാണ്ഡുവിൻ പുത്രന്മാർ വലിയൊരു സൈന്യത്തിനെ വിന്യസിച്ചതായി തവ ശിഷ്യൻ ബുദ്ധിമാൻ ധീരൻ ധ്രുപദപുത്രൻ ക്രമവ്യൂഹമായൊരുക്കിയ വൻപടയൊന്നിനെ. പാണ്ഡവ സൈന്യത്തിൽ ഭീമനുണ്ട്, അർജുനനും അവർക്ക് തുല്യരാം വില്ലാളി വീരന്മാരുമുണ്ട്. മഹാരഥന്മാർ യുയുധാനൻ, വിരാടൻ, ധ്രുപദനും അതിലുണ്ട് ദൃഷ്ടകേതു ചേകിതാനൻ, വീരൻ കാശിരാജൻ, പുരുജിത്ത്, കുന്തിഭോജൻ, പിന്നെ ശൈബ്യൻ, മാനവശ്രേഷ്ഠരാം ഇവരെല്ലാം മഹാവീരന്മാരുമത്രേ. ധൈര്യശാലി യുധാമന്യു, പരാക്രമനാമുത്തമൗജസ്, ശൂരൻ സുഭദ്രാസുതൻ അഭിമന്യു, പിന്നെ ദ്രൗപദീ പുത്രന്മാർ. കേട്ടാലും ഇവരെല്ലാം യുദ്ധവീരന്മാർ മഹാരഥന്മാരുമത്രേ. ബ്രാഹ്മണ ശ്രേഷ്ഠനാം ആചാര്യ, കേട്ടറിഞ്ഞാലും ഇപ്പോൾ ഞങ്ങൾ തൻ സൈന്യത്തിലുള്ളതാം വിശിഷ്ട യോദ്ധാക്കളെ ഞാൻ അങ്ങേക്കു പറഞ്ഞു തന്നിടാം. നമ്മുടെ യുദ്ധശക്തിയെ പരിചയപ്പെടുത്താമൻ പടയിലെ വീരരെ രണശൂരരെയും. ദ്രോണനാം അവിടുന്നും ഭീഷ്മനും കർണനും, യുദ്ധവിജയിയാം കൃപാചാര്യനും അശ്വത്ഥാമാവും, വികർണനും സൗമദത്തീസുതൻ ഭൂരിശവസ്സും ഇവരെല്ലാമൻ സൈന്യത്തിലുണ്ടറിഞ്ഞാലും എനിക്കായി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായി നിൽക്കും വീരന്മാരുണ്ടനേകം. വിവിധങ്ങളാം ആയുധങ്ങൾ നന്നായി പയറ്റാൻ സജ്ജരായുള്ള രണവീരന്മാരവരൊക്കെയും. ഭീഷ്മർ സംരക്ഷിക്കും നമ്മൾ തൻ സൈന്യമോ അസംഖ്യം, അളവില്ലാത്തത്ര വിശാലമറിഞ്ഞാലും. എന്നാൽ ആ പാണ്ഡവൻ ഭീമൻ രക്ഷകനായിരിക്കും, അവർ തൻ സൈന്യമോ കേവലമെത്ര പരിമിതം. നിങ്ങൾ എല്ലാവരും ഈ മഹായുദ്ധത്തിൽ തീർച്ചയായും
സ്വസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു നിന്നുചിതമായി സ്വന്തം ചുമതലകൾ നന്നായി ചെയ്തെല്ലായിടത്തും ഭീഷ്മരെ സംരക്ഷിക്ക വേണം ഏതു വിധേനയും. ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാനായും ഉത്സാഹം അവനിൽ വർദ്ധിതമാക്കുവാനും ശംഖം മുഴക്കി സിംഹനാദം പോലുച്ചത്തിൽ വൃദ്ധനാം ഭീഷ്മർ കുരുവംശ പിതാമഹൻ. പിന്നെ അവിടെ എങ്ങും മുഴങ്ങി അത്യുച്ചത്തിൽ ശംഖങ്ങൾ, പേരികൾ, തകിലുകൾ, മൃദംഗങ്ങൾ, കൊമ്പുവാദ്യങ്ങൾ, പെരുമ്പറകളെല്ലാം ചേർന്ന് പെട്ടെന്നൊരുമിച്ചഞ്ഞടിച്ചു രണരവം ഭയങ്കരം. പിന്നെ തൂവെള്ളക്കുതിരകൾ പൂട്ടിയൊരുക്കിയ അതിമഹത്താം യുദ്ധരഥത്തിൽ നിന്നുകൊണ്ടേ മാധവനാം കൃഷ്ണനും പാണ്ഡവനാം അർജുനനും ദിവ്യശംഖങ്ങൾ മുഴക്കി മാറ്റൊലിക്കൊള്ളും വിധം. പഞ്ചേന്ദ്രിയനാഥനാം കൃഷ്ണൻ പാഞ്ചജന്യവും ധനഞ്ജയൻ അർജുനൻ ദേവദത്തവും മുഴക്കി. മൃഗോദരൻ മഹാവീരൻ ഭയങ്കരൻ ഭീമൻ നന്നായി മുഴക്കി മഹാശംഖമാം പൗണ്ഡ്രവും. കുന്തിസുതൻ രാജാ യുധിഷ്ഠിരൻ മുഴക്കി അതിദിവ്യമാം ശംഖം അനന്തവിജയം. നകുലൻ മുഴക്കി സുഘോഷം, പിന്നെ സഹദേവൻ മണിപുഷ്പക ശംഖവും തഥാ. അപ്പോൾ പാണ്ഡവരിലെ ശ്രേഷ്ഠധനുർധരൻ കാശിരാജനും മഹാരഥന്മാർ ദൃഷ്ടദ്യുമ്നനും വിരാടനും പിന്നെ അജയ്യനാം സത്യകയും അവരുടെ ദിവ്യമാം ശംഖുകൾ ഉച്ചത്തിൽ മുഴക്കി. എല്ലാ ദിശകളിൽ നിന്നും രാജൻ വെവ്വേറെ മുഴങ്ങി സംഘങ്ങൾ. ദ്രുപദനും ദ്രൗപദി സുതന്മാരും മഹാബാഹു അഭിമന്യുവും ധാർത്തരാഷ്ട്രന്മാരെ വിറപ്പിച്ചും ആകാശവും ഭൂമിയും നിറച്ചും പാണ്ഡവർ മുഴക്കും ശംഖനാദം മഹാഘോഷമായി ഭയങ്കരം. യുദ്ധാരംഭ സമയേ രണോത്സുകരായി നിൽക്കും കൗരവന്മാരെ കണ്ടപ്പോൾ ഹനുമാൻ കൊടിയടയാളമായുള്ളവൻ അർജുനൻ തൻ വില്ലുയർത്തിപ്പിടിച്ചു. എന്നിട്ടു പാർത്ഥൻ ചൊന്നു, രാജാവേ, ഋഷികേശൻ ശ്രീകൃഷ്ണനോടിപ്രകാരം: രണ്ടു സൈന്യങ്ങൾ തൻ മധ്യത്തിലായി നിർത്തിത്തന്നാലും അച്യുതാ എൻ രഥം ഞാൻ ആരോടൊക്കെ ഇവിടെ ഈ രണത്തിൽ പൊരുതേണ്ടി വരുമെന്നറിയും വിധത്തിൽ യുദ്ധകാമരായി നിലകൊള്ളും രണവീരരെ നിരീക്ഷിക്കുവാനായി രഥം നിർത്തിയാലും ദുർബുദ്ധിയാം ധൃതരാഷ്ട്രപുത്രനു പ്രിയം ചെയ്യാൻ ഇച്ഛയോടെ അത്യുത്സുകരായി യുദ്ധം ചെയ്യുവാൻ ഇവിടെ കൂടിച്ചേർന്നവർ ആരൊക്കെയെന്ന് നോക്കിടട്ടെ ഞാൻ. സഞ്ജയൻ പറഞ്ഞു. അർജുനനാൽ ഇപ്രകാരം നിയുക്തനായി ക്ഷണത്തിൽ ഋഷികേശൻ കൃഷ്ണൻ ഇരുസേനകൾക്കുമിടയിലായി ഭീഷ്മദ്രോണാദികൾക്ക് മുന്നിൽ മഹതാമാരഥം തെളിച്ചുകൊണ്ടുവന്ന് നിർത്തിപ്പറഞ്ഞു, രാജാവേ, കണ്ടാലും അർജുന യുദ്ധത്തിനായി ഒന്നു ചേർന്നു നിൽക്കും കൗരവക്കൂട്ടങ്ങളെ. അർജുനൻ കണ്ടു രണ്ട് സേനകളിലും അവിടെ നിൽക്കും പിതാക്കന്മാരെ, പിതാമഹന്മാരെ, ആചാര്യരെ, മാതുലന്മാരെ, ഭ്രാതാക്കളെ, പുത്രന്മാരെ, സഖികളെ. പിന്നെ അതുപോൽ കണ്ടു ശ്വശുരന്മാരെ, സുഹൃത്തുക്കളെ. യുദ്ധക്കളത്തിൽ തൻ ബന്ധുക്കളെയും മിത്രങ്ങളെയും കണ്ടുള്ളിൽ വർദ്ധിച്ചതാം കാരുണ്യമോടെ അർജുനൻ ഏറെ വിഷാദവാനായി തീർന്നിട്ടിപ്രകാരം പറഞ്ഞു. അർജുനൻ പറഞ്ഞു, യുദ്ധം ചെയ്യുവാനായി നിരന്നെൻ മുന്നിൽ നിൽക്കുമെൻ ബന്ധുക്കളെ കണ്ടെന്റെ ദേഹമാകെ തളരുന്നുവായി വരണ്ടുപോകുന്നു. ശരീരം രോമാഞ്ചം കൊണ്ടു വിറയ്ക്കുന്നു. കൈപ്പിടിയിൽ നിൽക്കാതെ വഴുതി വീഴുന്നു. എൻ ഗാന്ധീവം ചുട്ടുനീറുന്നു ദേഹവും. മനസ്സാകെ പരിഭ്രമം കൊണ്ടിരിക്കുന്നു. നിൽക്കാനും ശക്തിയില്ല എനിക്കിപ്പോൾ. അപശകുനങ്ങൾ കാണുന്നു ഞാനെങ്ങും. ലക്ഷണങ്ങളെല്ലാം പ്രതികൂലമാണ് കേശവ. യുദ്ധത്തിൽ ബന്ധുജനങ്ങളെ കൊന്നെന്നാൽ ശ്രേയസ് എനിക്കുണ്ടാവുമെന്നു തോന്നുന്നുമില്ല. ആഗ്രഹം എനിക്കൊട്ടുമില്ല കൃഷ്ണ യുദ്ധവിജയത്തിലും. വേണ്ടെനിക്ക് ഗോവിന്ദ രാജ്യവും സുഖഭോഗവും. രാജ്യവും ഭോഗങ്ങളും കിട്ടിയാൽ എന്തു പ്രയോജനം? ഈ ജീവിതം കൊണ്ടു തന്നെ കാര്യമെന്താണുള്ളത്? രാജ്യവും ഭോഗസുഖങ്ങളും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചുവോ അവരെല്ലാം ജീവനും സമ്പത്തും വെടിഞ്ഞ് ഈ പടക്കളത്തിൽ നിൽക്കുന്നു. ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രപൗത്രന്മാരും മാതുലന്മാരും ശാലന്മാരും മറ്റു ബന്ധുജനങ്ങളും. ഇവരെന്നെ കൊല്ലുവാൻ വന്നാലും മധുസൂദന, ഞാൻ ഇവരാൽ കൊല്ലപ്പെട്ടാലും 3 ലോകവും കിട്ടിയാലും ഇച്ഛയിൽ എനിക്കിവരെ കൊന്നിടുവാൻ. കേവലം ഭൂമിക്കായി അവരെ ഞാൻ കൊല്ലുവാനോ?
ഈ കൗരവന്മാരെല്ലാം ഹേ ജനാർദ്ദന വദാർഹന്മാർ തന്നെ എന്നിരിക്കലും ഇവരെ കൊന്നാൽ എന്തു പ്രീതി കിട്ടാൻ, അതിൻ പാപം കൂടി ബാധിച്ചിടും ഞങ്ങളെ. അതിനാൽ ധാർത്തരാഷ്ട്രന്മാരാം ബന്ധുക്കളെ വധിക്കരുതൊരിക്കലും. സ്വജനത്തെ കൊന്നിട്ടെങ്ങനെ മാധവ ഞങ്ങൾ സസുഖം വാണിടും. ലോഭത്താൽ വിവേകലേശമില്ലാത്ത കൗരവർ അറിയുന്നില്ലല്ലോ കുലനാശത്തിൻ ദോഷങ്ങളും മിത്രദ്രോഹം കൊണ്ടുണ്ടാവും പാപഫലങ്ങളും. എന്നാലേവം ഘോരകർമ്മത്തിൻ നാനാ ദോഷങ്ങൾ നന്നായറിയും ഞങ്ങൾക്ക് എന്തുകൊണ്ടും അവയിൽ നിന്നും പിന്മാറണമെന്നറിയാതിരിക്കുമോ. കുലങ്ങൾ ക്ഷയിച്ചെന്നാൽ നശിക്കും സനാതനമാം കുലധർമ്മങ്ങളെല്ലാം. ധർമ്മം നശിച്ചുപോയാൽ അധർമ്മം കുലങ്ങളെയാകെ ബാധിക്കുമത് നിശ്ചയം. അധർമ്മം കുലത്തെ ബാധിച്ചാൽ കൃഷ്ണ കുലസ്ത്രീകൾ ദുഷിച്ചു പോവും. സ്ത്രീകൾ ദുഷിച്ചാൽ വാർഷ്ണേയ സംഭവിക്കും ഹാ വർണ്ണസങ്കരം. ജാതിക്കലർപ്പു ഹേതുവായി കുലനാശകരും കുലങ്ങൾ തന്നെയും നരകത്തിലെത്തിടും. പിതൃക്കൾ പോലും വല്ലാതെ വലയും അവർക്കുള്ള പിണ്ടോദക ക്രിയകളില്ലാത്ത കാരണം. ഏവം ഈ കുലനാശകർ മൂലമുണ്ടാവും വർണ്ണസങ്കരജന്യമാം ദോഷങ്ങളാൽ ഇല്ലാതാവും ജാതിധർമ്മം. സമൂഹത്തിൽ കുലധർമ്മങ്ങളും നശിച്ചുപോയിടും. കുലധർമ്മം നശിച്ച മർത്യന്നു നരകവാസമേ വിധിയെന്നു കേട്ടിട്ടുണ്ട് ഞങ്ങൾ ജനാർദ്ദന. അയ്യോ ഞങ്ങൾ മഹാപാപം ചെയ്യാൻ തുനിഞ്ഞു, എത്ര കഷ്ടമതോർത്താൽ. രാജ്യസുഖം കാക്ഷിച്ചു ഞങ്ങൾ സ്വജനത്തെ യുദ്ധത്തിൽ കൊല്ലാനൊരുമ്പെട്ടുവല്ലോ. യുദ്ധത്തിൽ ആയുധമേന്തിയ ധാർത്തരാഷ്ട്രന്മാർ നിരായുധനായി എതിർക്കാതെ നിൽക്കുമെന്നെ കൊന്നാലും അതുതന്നെയാണെനിക്കു ക്ഷേമകരം. സഞ്ജയൻ പറഞ്ഞു. ശോകാകുലം യുദ്ധഭൂമിയിൽ വച്ചിപ്രകാരം പറഞ്ഞ അർജുനൻ അമ്പും വില്ലും താഴെയിട്ട് തേർത്തട്ടിലിരുന്നു ഹതാശനായി. ഓം തത്സത്. ഹരി ഓം. ഹരിയോം. ഏറ്റവും മനോഹരമായ രീതിയിൽ യുദ്ധക്കളത്തിലെ ചിത്രം വരച്ചു കാണിക്കുന്ന പോലെയായിരുന്നു ആദ്യത്തെ ഭാഗങ്ങളെല്ലാം. ഞാൻ വിചാരിച്ചു ഇതാണോ, അതിനുശേഷം പെട്ടെന്ന് അർജുനന്റെ ഭാവം മാറുന്നു. അർജുനൻ തത്വോപദേശങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ശ്രീകൃഷ്ണന്റെ അടുക്കല്. ഒരു സഖാവ് എന്ന നിലയിൽ എങ്ങനെ ഈ ഭാവം മാറ്റി കൊണ്ടുവരുന്നു എന്നുള്ളത് തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ നമുക്ക് കേൾക്കാനാകും. സുകുമാർജിയുടെ ഈ മലയാള വിവർത്തനത്തിലൂടെ നമുക്ക് ഏറ്റവും എല്ലാവർക്കും എളുപ്പം സുഗ്രാഹ്യമായ രീതിയിലുള്ള ആ ഭാഷയിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് ഭഗവാൻ ഇട നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഏറ്റവും സ്നേഹപൂർവ്വം ഫ്രാൻസിസ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് സാറ് പറയാൻ പോകുന്നത് തൃപ്പൂണിത്തുറേശനെ പറ്റിയുള്ള വിവരണമാണ്. ഇത് എനിക്ക് ഇന്ന് എൻ്റെ ഈ വീട്ടിൽ വെച്ച് കേൾക്കാനിടയാകുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം തന്നെ. കാരണം ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് അച്ഛന് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടി. ഇവിടുന്ന് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അതിനുശേഷം ആണ് സർക്കാർ ജോലി കിട്ടി. ആദ്യമായിട്ട് അച്ഛന് പോസ്റ്റിംഗ് ലഭിക്കുന്നത് തൃപ്പൂണിത്തുറയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ടറിവുകളാണ്, ഞാൻ പോയിട്ടില്ല. അപ്പം ആ ക്ഷേത്രത്തെ പറ്റി, ആ ദേശത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സാറിൻ്റെ ഏറ്റവും വിലപ്പെട്ട വാക്കുകളിലൂടെ കേൾക്കാനിടയാകുന്നത്, സ്വാമിയുടെ ഈ ശ്ലോകം ധരിച്ചു തരുന്ന കേൾക്കാനിടയാകുന്നത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അതിനോടൊപ്പം നിങ്ങളേവർക്കും അത് ഒരു സുഹൃതമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. സാറിനെ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കാം. സുകുമാർ തന്നെ റെക്കോർഡ് കണ്ടിന്യൂ ചെയ്തിരുന്നാൽ നന്നായിരിക്കും. അതോ ഞാൻ ചെയ്യണോ? അല്ല, അത് ചേട്ടൻ മറ്റേ ആള് ഇത് ചെയ്യുന്നതല്ലേ, എഡിറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞ ചേട്ടൻ ചെയ്തോളൂ. ഞാൻ എന്നാ നിർത്തിയോണ്ട്